നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഇന്ന് ചാരുകേശി വർണ്ണത്തിൻ്റെ അനുപല്ലവി, അതായത് അതിൽ സഞ്ചാരി നമ്മൾ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അനുപല്ലവിയാണ്. ആ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ ആദ്യത്തെ ആ പ്രില്യൂഡിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ പല്ലവി ഭാഗം ചെയ്യുന്നതിലൂടെ നമുക്കതിൻ്റെ എന്താണ് ഇതിലെ സിറ്റുവേഷൻ, ഇതിലെ നായിക എങ്ങനെയാണ്, ഏതൊരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ഒരു നായികയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അനുപല്ലവി, നമ്മളെ നായിക അടുത്ത ഓരോരോ ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനോട് ചോദിക്കുവാണ്. അപ്പോൾ അനുപല്ലവിയിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? മുന്നം പായിன்றதோ നാടകമെല്ലാം മന്ന കമലക്കണ്ണ. ഈ നാടകങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്ന നാടകങ്ങളാണ്. ഓരോ ചെറുപ്പത്തിലേ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ നാടകങ്ങളായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിറഞ്ഞാടിയിട്ടുണ്ട്. അതുപോലെ ഒരു നാടകമായിരുന്നു കൃഷ്ണ എന്നിടത്തും ഈ കാണിച്ച സ്നേഹമെല്ലാം. അത് ജസ്റ്റ് ഒരു ഡ്രാമ മാത്രമായിരുന്നു എന്ന് ആ രീതിയിലേക്ക് ചോദിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഗോപികമാരെ അവർ പാലും വെണ്ണയൊക്കെ ആയിട്ട് പോയിട്ട് വരുമ്പോൾ അവരെ നടുവിൽ തടഞ്ഞു നിർത്തിയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുക, അതുപോലെ യശോദയെ പറ്റിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കുട്ടി കുട്ടി വികൃതികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ മണ്ണ് വാരി തിന്നതിന് യശോദാമ്മ കൃഷ്ണനെ കെട്ടിയിടുകയും അവിടെ നിന്ന് ഈ ലോകം സർവ്വലോകം മുഴുവനായിട്ട് തന്നെ ആ വാ തുറന്ന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ എൻ്റെ മകൻ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാടകങ്ങളും ഒക്കെ നീ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓരോ തവണയും നിന്നെ വിളിക്കുന്നുണ്ട്, ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നാടകമായിരുന്നോ നിൻ്റെ എന്നുള്ള ചോദ്യമാണ് ഫൈനലി അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പദാർത്ഥമാണ് ചെയ്യേണ്ടത്. സോ മുന്നം ചെയ്തോളൂ. മുന്നം പായിன்றதோ ചെയ്തിട്ടുള്ള നിൻ നാടകമെല്ലാം, നീ ചെയ്തിട്ടുള്ള എല്ലാ നാടകങ്ങളും എനിക്ക് നല്ല പോലെ എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. മന്ന കമല കണ്ണ, താമരയുടെ ഇതള് പോലെ വളരെ ഭംഗിയാർന്ന കണ്ണുകളോട് കൂടെയുള്ളവൻ എന്നാണ് നമ്മൾ ആദ്യത്തെ ഒരു പദാർത്ഥം ചെയ്യുന്നത്. അതിനുശേഷമാണ് സഞ്ചാരി ചെയ്യുന്നത്. ഒന്ന് ചെയ്യാം. 2, 3 സ്റ്റാർട്ട്. മുന്നം പായിன்றதோ നാടകമെല്ലാം മന്ന കമല കണ്ണ മണി വണ്ണ. അപ്പോൾ ഇവിടെ ആ മുൻപ് ചെയ്തിട്ടുള്ള എന്ന് ചെയ്യുന്ന സമയത്ത് ആ കുസൃതികളും എല്ലാം തന്നെ എനിക്കറിയാമെന്നുള്ളത് ആ ഫേസിലൂടെ നമ്മളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പായിன்றதോ അവിടെ നിന്നൊന്നും ചെയ്യാം. 2, 3 സ്റ്റാർട്ട്. മുന്നം പായിൻ, എനിക്കറിയാം എന്നുള്ള പോലെ തന്നെയാണ് ആ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. സോ ചെയ്തിട്ടുണ്ടായ എല്ലാ ഇതും ധാരാളമായിട്ട് എനിക്കറിയാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു കാര്യം അറിയാം. ഓ, നീ അന്ന് ചെയ്തിട്ടുള്ള കാര്യമല്ലേ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എനിക്കിന്ന് വളരെ നന്നായിട്ട് അത് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഒരു രീതിയിലാണ് നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയുന്ന കാര്യം ആവുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുക, ആ രീതിയിലാണ് ഇവിടെ നമ്മൾ ആ ഒരു പദാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇനി അഗെയിൻ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോന്നുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു കൊറിയോഗ്രാഫിയിൽ
കൃഷ്ണനെ നമ്മളെവിടെയും, കൃഷ്ണനായിട്ടുള്ള ക്യാരക്ടർ നമ്മളെവിടെയും കാണിക്കുന്നില്ല. ഗോപീസ് വന്നിട്ട് അവർ ചെയ്യുന്നതും കൃഷ്ണനെ റിയാക്ഷൻ എല്ലാം നമുക്ക് അവരുടെ ഫേസിലൂടെ തന്നെ കിട്ടുന്നതാണ്. ആദ്യം ഗോപീസ് ആണെങ്കിലും അത് കഴിഞ്ഞ് യശോദയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് ഇവരിലൂടെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആദ്യം പണ്ട് ഗോപികമാരിങ്ങനെ വെണ്ണയും പാലും ഒക്കെ ആയിട്ട് കുടത്തിലെടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കൃഷ്ണൻ ആസ് യൂഷ്വൽ എന്താണ് ചെയ്യുന്നത്? കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കും. സോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ചെയ്തോളൂ. 2, 3 സ്റ്റാർട്ട്. മുന്നം പായിന്ദ്രതോ നാടകമെല്ലാം മന്നാ കമല കണ്ണ. ഓക്കെ, അപ്പോൾ ഗോപീസ് എല്ലാവരും പണ്ട് എന്ന് ചെയ്തു. ദെൻ അങ്ങനെ 1, 2 അത് നമ്മൾ 2 സ്പീഡ് വേരിയേഷൻ ആണ് വരുന്നത്. 1, 2, 1, 2, 3, 4, 5 പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരാൾ ബാക്കിൽ നിന്ന് അങ്ങനെ ഒരു കല്ലെടുത്ത് എറിയാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു തലയിലൊരു കുട ഉണ്ട്. സോ അത് പൊട്ടിയിട്ട് പെട്ടെന്നാണ് കയ്യിലിങ്ങനെ കൈ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് അവിടെ നിന്ന് ആ സാധനം പൊട്ടി പോവാ. അതങ്ങനെ ദേഹത്തൊക്കെ വീണു. അയ്യോ, ഞാൻ എത്ര സുന്ദരി, എത്ര നേരം എടുത്ത് ഒരുങ്ങിയതാ, അതൊക്കെ മൊത്തം നാശമാക്കി. ഇതാരാ ചെയ്തതെന്ന് നോക്കി അങ്ങനെ നോക്കുമ്പോഴാ കൃഷ്ണൻ അങ്ങനെ ഇവിടെ വാടാ ഇപ്പോൾ ശരിയാക്കി തരാം അങ്ങനെ ഓടി പിടിക്കുന്നതായിട്ട് നമ്മൾ പലയിടത്തും കൃഷ്ണൻ അങ്ങനെ അവരെ പിടികിട്ടാണ്ട് ഇങ്ങനെ ഓടി നടക്കുവാണ്. അതിൻ്റെ പുറകെ ഗോപികമാർ ഓടി ഫൈനലി കൃഷ്ണനെ കിട്ടുന്നു. ഇപ്പോൾ ശരിയാക്കി തരാം, ഞാൻ അമ്മയോട് പോയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്, നീ കാണിച്ചതിനൊക്കെ ഞാനിപ്പോൾ നിനക്ക് അടി വാങ്ങിത്തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യശോദാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇതാണിപ്പോൾ നമ്മൾ ചെയ്തത്. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. 2, 3 സ്റ്റാർട്ട്. മുന്നം പായിന്ദ്രതോ നാടകമെല്ലാം മണ്ണാ കമല കണ്ണ. ഇനി ഇവിടെ നമ്മൾ യശോദയോട് പറയാണ്, ഇതാ നോക്കൂ, നിങ്ങളുടെ മകൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എത്രയോ സമയമെടുത്ത് എത്രയോ ഭംഗിയായിട്ട് ഒരുങ്ങിപ്പോയതാ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുത്ത വെണ്ണയും എല്ലാം കളഞ്ഞു, എന്നെയും ഇതേപോലെ ആക്കി. നിങ്ങളുടെ മകനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പരാതി പറയുകയാണ് യശോദാമ്മയുടെ അടുത്ത്. 2, 3 സ്റ്റാർട്ട്. മുന്നം പായിന്ദ്രതോ ഇനി അവിടെ നിന്ന് യശോദ, അയ്യോ ഇവനോ, എൻ്റെ മോനോ അങ്ങനെ ചെയ്യാൻ പോകുന്നേ? സ്വാഭാവികമായിട്ടും ഒരമ്മ കുട്ടീനെ സേവ് ചെയ്യാനേ നോക്കുള്ളൂ. അവർ പരാതി പറയുമ്പോൾ എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള പോലെ. പക്ഷേ യശോദയ്ക്ക് അറിയാം കൃഷ്ണൻ ഇങ്ങനത്തെ കുസൃതികളൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. അതുകൊണ്ട് പക്ഷേ സ്വന്തം മോനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ യശോദാമ്മ തയ്യാറല്ല. അതുകൊണ്ട് എൻ്റെ മോനോ, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇല്ല, ഇവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാണ് ഗോപികമാർ. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യും? യശോദാമ്മ കൃഷ്ണനെ നോക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഒരു കള്ളച്ചിരി കൊടുക്കും. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ചിരിയിൽ നീയാണോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ആ ചിരി അവിടെ വന്ന്, അപ്പോൾ അതിലും നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്, നീയാണോ ഇത് ചെയ്തേ? ശരി, എനിക്ക് മനസ്സിലായി അത് നീയാ ചെയ്തേ, പക്ഷെ ഓക്കെ ഞാനത് മാനേജ് ചെയ്യാം. അവനൊന്നുമല്ല ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും, പോ ചുമ്മാ രാവിലെ തന്നെ ഓരോ പരാതിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടിന് പുറത്തേക്ക് വെളിയിലാക്കിയിട്ട് ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യശോദ 2, 3 സ്റ്റാർ. മുന്നം പായിന്ദ്രതോ ഇവനോ ഇന്ദ്രാടകമെല്ലാം എന്ന് അത് ഇത് യൂസ് ചെയ്താൽ മതി. കപ്പിത്തം വെച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, ഇത് നമ്മൾ വിനിയോഗത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ലോക്ക് ഇടുന്നത് എപ്പോഴും ഇങ്ങനെ ചെയ്യണം. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഗോപികമാരെ ചെയ്തു. അവിടെ നിന്ന് കൃഷ്ണനെ പിടിച്ചുകൊണ്ടുവന്ന് യശോദയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. യശോദ പറയുന്നു, എൻ്റെ മകനൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. വളരെ കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ യശോദയ്ക്ക് അറിയാം കൃഷ്ണൻ ഇതൊക്കെ ചെയ്യുന്നുള്ളത്. നമുക്കൊന്ന് ആദ്യമേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 3 സ്റ്റാർ. മുന്നം
പായിന്തോ നാടകമെല്ലാം മണ്ണാ കാമല കണ്ണ മണി വന്ന മുന്നം പായിന്തോ നാടകമെല്ലാം എന്ന്. ഇവിടെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പോകുമ്പോൾ വളരെ സുന്ദരികളായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അയ്യോ ഇതെന്താ ഇത്? അപ്പോഴാണ് തലയിലുള്ള സാധനം പൊട്ടി വീണു. അങ്ങനെ എവിടെ ആരാണിത്? കാണുന്നു കൃഷ്ണനെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ ഈ ഡയലോഗ്സ് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് ഒരു റിയൽ ഫീല് കിട്ടും. എവിടെ ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും ദേഷ്യം വരിക? നമ്മൾ എന്തെങ്കിലും ഇതേപോലെ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ വർക്കിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങൊരു ദേഷ്യം വരും അല്ലേ? അപ്പോൾ അതുപോലെ ദേഷ്യത്തിൽ എവിടെ അവൻ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നല്ല അടി കൊടുക്കും എന്നുള്ള പോലെയാണ്. അങ്ങനെ നോക്കുന്നു, കൃഷ്ണനെ പിടിക്കാൻ നോക്കുന്നു. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് കൃഷ്ണന് ഇപ്പോൾ വച്ചിട്ടുണ്ട് ഞാൻ, അതാണ് സാധനം. സോ അതിലൊരു പരാതിയുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. വച്ചിട്ടുണ്ട്, ഇപ്പോൾ ശരിയാക്കി തരാം കേട്ടോ ഞാൻ. അങ്ങനെ പിടിക്കുന്നു, പിടിച്ച് അവിടെ കൊണ്ടുവന്നു. ഇതാ നോക്ക്, അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മകൻ കാണിച്ചു വച്ചിരിക്കുന്ന കണ്ടോ? കഷ്ടം. എത്ര തവണ ഇങ്ങനെ പറയണം, എത്ര തവണ ഞങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ള പോലെയാണ്. സോ യേശോ ഇവനോ? നിങ്ങൾ കാല് തെറ്റിയായിരിക്കും, ഒന്ന് പോയേ ചുമ്മാ. അപ്പം ഇല്ല യശോദാമ്മ, അവൻ തന്നെയാണെന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഇത് റിപ്ലൈ. അച്ഛടാ ഇതെന്താ ഇങ്ങനെ പറയണേ? ശരി ഓക്കെ, ഞാൻ ചോദിക്കട്ടെ എന്നുള്ള പോലെയാണ്. നീയാണോ ഇത് ചെയ്തത്? അപ്പോൾ കൃഷ്ണൻ്റെ ആ കള്ളച്ചിരിയിൽ യശോദയ്ക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്നിട്ട് തന്നെ നീയാണോ ഇത് ചെയ്തത്? ആ ചിരി വന്നു. ഇല്ല, പെട്ടെന്നാണ് അതിൽ നിന്ന് മാറുന്നത്. കാരണം അവർ കാണാൻ പാടില്ലല്ലോ, അവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു, നീയാണോ ചോദിച്ചു. ചിരി വന്നു. പെട്ടെന്നാണ് ചുമ്മാ പറയാണ്, അവനൊന്നും അല്ല അത് ചെയ്തത്. പോയേ മതി എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണ്, അവനൊന്നും അല്ലാതെ ചെയ്തത് എന്ന പോലെ അങ്ങനെ ഇതാക്കും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നോക്കുമ്പോണ്ട് കൃഷ്ണൻ അവിടെ നിന്നും എസ്കേപ്പായി. കാരണം എന്താ, യശോദാമ്മ അവരിൽ നിന്ന് സേവ് ചെയ്തു. പക്ഷേ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടെന്ന് യശോദയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവനുള്ളത് കിട്ടും, കൃഷ്ണനുള്ളത് കിട്ടും എന്നുള്ളത് കൃഷ്ണൻ അറിയാം. സോ ആളങ്ങനെ ഓടി ഒളിച്ചു. എന്ത് ചെയ്യാണ്? അവിടെ ആരും കാണാതെ പോയി മണ്ണ് വാരി തിന്നുക. സോ നമ്മൾ ആ കഥ ഇങ്ങനെ കണക്ട് ചെയ്യാണ് അവിടെ. സോ അങ്ങനെ വന്നു, ആരും കാണാണ്ടിരുന്ന് മണ്ണ് വാരി കഴിക്കുകയാണ്. അപ്പോൾ യശോദാമ്മ എന്നാലും ഇവൻ എവിടെ പോയത്? ഓരോ ദിവസം ഇതേപോലെ ഒരു 100 പേരിങ്ങനെ വരികയാണ് ഇവൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട്. ഞാനിതെങ്ങനെ സഹിക്കും? വച്ചിട്ടുണ്ടാവുക. അങ്ങനെ നോക്കി വരുമ്പോഴാണ് അമ്പടാ അവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നേ? മണ്ണ് വാരി കഴിക്കാം, ഇപ്പോൾ ശരിയാക്കി തരാം. അങ്ങനെ പതുക്കെ, ശബ്ദം വയ്ക്കുന്നില്ല, പതുക്കെ അങ്ങനെ പോയി ചെവിക്ക് അങ്ങ് പിടിച്ചു. എന്താ അവിടെ ചെയ്യുന്നത് ചോദിക്കുവാണ്. അപ്പോൾ ആ പോർഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോപീസിൻ്റെ ഇതിൽ നിന്ന് സ്റ്റോറിയിൽ നിന്ന് പതുക്കെ മണ്ണ് വാരി കഴിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ നമുക്ക് ആ ഡോറ് ക്ലോസ് ചെയ്യുന്ന അവിടെ എന്തോടാ 2 3 സ്റ്റാർ മുന്നം അങ്ങനെ ചെയ്തത്. നമ്മളവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം വച്ചിട്ടുണ്ടല്ലോ, അവൻ ചെയ്തത് അറിയാലോ. സോ ക്ലോസ് ചെയ്ത് നോക്കണം. നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല, കാരണം ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ പോയി ക്ലോസ് ചെയ്തു. സോ കൃഷ്ണനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ റൈറ്റ് കോർണറിൽ. സോ ക്ലോസ് ചെയ്തത് കഴിഞ്ഞിട്ട് നോക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ സർക്കിളിൽ നടന്ന് നോക്കേണ്ടത്. 2 3 സ്റ്റാർ വണ്ണ മുന്നം പായിന്തോ നാടകമെല്ലാം മന്നാ കാമല. അത് സ്ലോലി 1 2 1 2 3 4 തജം എന്ന് വരട്ടെ. സ്ലോലി 2 സ്റ്റെപ്പ് വയ്ക്കണം, ആരും സൗണ്ട് ഉണ്ടാക്കാതെ, ആരും കാണാതെ, പ്രത്യേകിച്ച് കൃഷ്ണൻ കാണാതെ. 3 സ്റ്റാർ 1 2 1 2 3 4 തജം തജം. തുറന്നോ, അടി വാങ്ങും. ഇപ്പോൾ വാ തുറക്ക്. ഇല്ല, ശരി ഓക്കെ, തുറക്കണ്ട, ഇനി ഞാൻ മിണ്ടില്ല, എൻ്റെ അടുത്ത് ഇനി സംസാരിക്കാൻ വേണ്ട. അങ്ങനെ യശോദാമ്മ അവിടെ പിണങ്ങി. അപ്പോൾ
അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴാണ് ഇല്ല ഞാൻ വാ തുറക്കാം. സ്ലോലി കൃഷ്ണൻ വാ തുറക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിണങ്ങി നിൽക്കുവാണ്. അവിടെ നിന്ന് പെട്ടെന്നാണ് കൃഷ്ണൻ വാ തുറന്ന് കാണിക്കുന്നു. അതിൽ യശോദാമ്മ സർവം മറന്ന്, സന്തോഷമാണോ സങ്കടമാണോ എന്താണ് അപ്പോഴത്തെ ഒരു അവസ്ഥ എന്നറിയില്ല, ആ സർവ്വലോകവും കാണിച്ചു തരാണ്. മന്നാ അതിലവിടെ തീരുവാണ്. ഇതാണ് നമ്മൾ ആ സ്റ്റോറി, കൃഷ്ണൻ പണ്ട് ചെയ്തിട്ടുള്ള നാടകങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നായികയിലേക്ക് വരികയാണ്. സോ നമ്മളവിടെ ഇത് വാ തുറക്കൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇല്ല അടി വാങ്ങും, ഇപ്പോൾ ഞാനിപ്പോൾ വടി എടുത്തിട്ട് വരും, വേഗം തുറന്നു, ഇല്ല എന്ന് പറയണം. ശരി, ഓക്കെ, വേണ്ട തുറക്കണ്ട, ഇനി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. അങ്ങനെ പിണങ്ങി നിന്നു. കണ്ടു അങ്ങനെ ഒരു അത്ഭുതം. അതിൽ നിന്ന് പതുക്കെ എൻ്റെ മകനാണത്, അതിൻ്റെ സന്തോഷവും സങ്കടവും ആ ആനന്ദത്തിൽ അങ്ങനെ കൃഷ്ണനെ വാരി പുണർന്നു. ഇനി അവിടെ നിന്ന് നായികയിലേക്ക് വരികയാണ്. എന്നാൽ ഇന്ന് എന്ന് വരികയാണ് കേട്ടോ. എന്നാൽ ഇന്ന് ഞാൻ പലതവണ പല രീതിയിൽ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ അങ്ങനെ അവിടെ നിന്ന് എണീക്കുന്നു, കൃഷ്ണ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒരു റൗണ്ട്, ഒരു 3 സർക്കിൾ അങ്ങനെ പോയി. ഇനി എവിടെ, ഞാൻ ഇത്ര വിളിക്കുന്നു, നീ എവിടെ? റൈറ്റ് കോർണറിലേക്ക് ഓടുന്നു, ലെഫ്റ്റിലേക്ക് ഓടുന്നു, നോക്കുന്നു. അങ്ങനെ നിസ്സഹായായി അവള് പറയാണ്, കൃഷ്ണൻ വരുന്നില്ല, എത്ര തവണയായി ഞാൻ വിളിക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നീ. അപ്പം എൻ്റെ അടുത്തും കാണിച്ചത് വരാമെന്ന് പ്രോമിസ് ചെയ്തതും നിൻ്റെ ഒരു ഡ്രാമയായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതാണ്, ഒരുപാട് തവണയായി ഞാൻ നിന്നെ വിളിക്കുന്നത്, എന്നിട്ടും നീ വരുന്നില്ല. സോ ഇത് എന്നടുത്ത് ചെയ്തതും ഒരു ഡ്രാമ മാത്രമായിരുന്നു, നിനക്ക് വെറും തമാശയായിരുന്നു ഇത് എന്നുള്ള പോലെ. റെഡി? മന്ന ഫസ്റ്റ്. മന്ന കമല കണ്ണ മന്ന കമല കണ്ണ മണി വണ്ണ. ഇനി അവിടെ നിന്ന് നമ്മളൊരു തട്ടിമെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തട്ടിമെട്ട് ത ത ജം തക്കിട്ട ത ത ജം തക്കിട്ട. നമ്മൾ ആദ്യം പദാർത്ഥം ചെയ്ത അതേ ഹാൻഡ് തന്നെയാണ്. കാല് വരുന്നത് നമ്മൾ ത ത ജം തത്ത ജം. നമ്മൾ തട്ടിമെട്ടിൽ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എല്ലാം വെറുതെ തട്ടുന്നു. ദെൻ നോർമൽ തക്കിട്ട. ഇത് ആദ്യം ചെയ്യാം. 2 3 സ്റ്റാർട്ട്. മുന്നം പായിന്തോ നാടകമെല്ലാം 4 പ്രാവശ്യം ചെയ്തു. ഇനി നമുക്ക് തക്കതിമി നോർമൽ തട്ടിമിട്ട് ചതുരസ്രത്തിൽ ചെയ്യാം. 3 സ്റ്റാർ. മന്ന കമല കണ്ണ. നെക്സ്റ്റ് നമ്മൾ തക്കിട്ടയിൽ പോവാണ്. 4 തക്കതിമി കഴിഞ്ഞ് ഇനി തക്കിട്ട. 3 സ്റ്റാർ. കണ്ണ തക്കിട്ട 4 തൈ തൈ ഇത് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ചേർത്ത് ചെയ്യാം. 2 3 സ്റ്റാർ. മുന്നം പായിന്തോ നാടകമെല്ലാം മന്ന കമല കണ്ണ മണി എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന തട്ടിമെട്ട്. ഇതോടുകൂടെ നമ്മുടെ അനുപല്ലവി കഴിഞ്ഞു. അനുപല്ലവി കഴിഞ്ഞാൽ ഇനി നമുക്ക് മുക്തായി സ്വരം അല്ലെങ്കിൽ ചിട്ടസ്വരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ അനുപല്ലവി പോർഷൻ സഞ്ചാരി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അടുത്തത് നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ മായയെ വർണ്ണം ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. അടുത്തത് നമുക്ക് മുക്തായി സ്വരം അല്ലെങ്കിൽ ചിട്ടസ്വരം പറയും. ആ പോർഷനാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ താളം, അതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.